ഇപ്പോഴത്തെ എന്റെ ടേബിളിന്റെ അവസ്ഥ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇതിനൊരു മേക്ക് ഓവർ ഒക്കെ നൽകണ്ടേ? സോ ഹായ് ഹലോ, വെൽക്കം ടു ഹാസ് ലവിംഗ് ആർട്സ്. ക്രാഫ്റ്റ് ചെയ്യണ എല്ലാ സാധനങ്ങളും ആ ഒരു വോളുമേലാണ് തൂക്കിയിടല്. എന്തിനു പറയണം, കഴിഞ്ഞ വട്ടത്തെ ഗാർലൻഡ് പോലും ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രീയിൽ നിന്നല്ലേ. സോ എന്റെ ഡെസ്കിന്റെ ആ ഒരു വോളിൽ നമുക്ക് ട്രീ സെറ്റ് ചെയ്യാം. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മുടെ വോളിൽ ഒരു സിക്സ് ആക്ക് മാനറിൽ ഒട്ടിച്ചു കൊടുക്കുക. ട്രീ സെറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിനകത്ത് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ ട്രീ ഒരു കുഞ്ഞു ട്രീ ആണ്, അതുകൊണ്ട് തന്നെ കോയിൻ സൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹാങ്ങിങ്സ് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഹാങ്ങിങ്സ് മാത്രമേ ഞാൻ ഇപ്പം ആഡ് ചെയ്തിട്ടുള്ളൂ. ഫൈനൽ നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിന്റെ എല്ലാ പിക്ചേഴ്സിലും ഡ്രോയിങ്സിലും ഈ കാണുന്നൊരു ഹോളിബെറീസ് ഞാൻ വരച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇത് എന്താണെന്നോ ഇതിന്റെ പേരെന്താണെന്നോ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. ഞാൻ വല്ല ചെറി ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ആ ഒരു ഷേപ്പ് കണ്ടിട്ടാണ് ചെറി എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല എന്നുള്ളത് ഈ ഒരു ചാലഞ്ച് ചെയ്തപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്. ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും അത് എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിൾ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാണുന്നവർക്കും കൂടെ അത് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ അത് സിമ്പിൾ ആണെങ്കിൽ മാത്രമേ ആൾക്കാർ ഇത് ട്രൈ ചെയ്യാൻ നോക്കൂ. എന്തിനു പറയണം, ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആയിരിക്കും കൂടുതലും ചെയ്യാറ്. അപ്പൊ എന്നെ പോലെ ആയിരിക്കുമല്ലോ നിങ്ങളും. അങ്ങനെ ചെയ്തൊരു ക്രാഫ്റ്റ് ആണ് ഈ ഒരു സ്നോമാൻ. ഒട്ടുമിക്ക സാധനങ്ങളും പിൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ. സോ എല്ലാ ക്രാഫ്റ്റും ഞാൻ ചെയ്യുന്നതും പിൻട്രസ്റ്റിലെ റെഫറൻസ് കണ്ടിട്ടായിരിക്കും. ഏകദേശം എല്ലാം എന്ന് പറയേണ്ട, ഒട്ടുമിക്ക സാധനങ്ങളും. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ. ഇത് എന്റെ മനസ്സിൽ മാത്രം തോന്നിയ ഒരു കുട്ടി ഐഡിയ ആണ്. എല്ലാം അങ്ങ് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് കൊണ്ടുവരാതെ കുറച്ചെങ്കിലും ഒന്ന് റിയലിസ്റ്റിക് ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴേ ആദ്യം ഈ ഒരു ട്രീയും ഈ ഒരു ലീഫാണ് ഓർത്തത്. പക്ഷേ അന്നത്തെ കാലമല്ല ഇന്ന്. ഇതൊറ്റൊരു വീട്ടിലും ഈ ഒരു സംഭവം കാണാനേ ഇല്ല. അവസാനം ഒരു വിധത്തില് 1-2 ലീഫ് എവിടുന്നൊക്കെയോ ഒപ്പിച്ചെടുത്തു. ഈ ഒരു മുട്ടയുടെ ട്രേ യൂസ് ചെയ്തിട്ടാണ് ഇത്തവണ ഗാർലൻഡ് സെറ്റ് ചെയ്യാൻ പോണത്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 3 നമ്പേഴ്സ് ഒരു ഹാങ്ങിങ്ങിൽ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. എന്റെ കയ്യിൽ കുറച്ച് വൈറ്റ് സാൻഡ് ഇരിപ്പുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ക്രിസ്മസിന് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ? അങ്ങനെയാണ് ഈ ഒരു സെന്റർ പീസ് ചെയ്യാനൊരു ഐഡിയ തോന്നിയത്. സോപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഒരു കുട്ടി ഹൗസും പിന്നെ ഒരു കുട്ടി ട്രീയും പിന്നെ നമ്മുടെ വൈറ്റ് സാൻഡും. എപ്പോഴത്തെയും പോലെ തന്നെ ക്ലേ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ഈ ഒരു ക്രിസ്മസിന് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു തരി പോലും ക്ലേ നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഇനി ക്ലേ ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ക്രിസ്മസ് ആവും. അതുകൊണ്ട് നമ്മൾ വലിയ പരിഷ്കാരമൊന്നും കൊടുത്തില്ല. സിമ്പിൾ ആയിട്ടൊരു ബോക്സ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഹോൾഡർ. എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? നമ്മുടെ ട്രീ അത്യാവശ്യം കുഞ്ഞു ട്രീ ആയതുകൊണ്ട് തന്നെ വലിയ ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഞാനത് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. കുട്ടി കുട്ടി തെർമോക്കോൾ ബോൾസ് പല കളേഴ്സിൽ പെയിന്റ് അടിച്ചിട്ട് ഞാൻ അതിനകത്ത് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ അല്ലാതെ കുറച്ച് ഡെക്കറേഷൻസ്.
ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഓർഡർ ഇല്ലാത്ത മയമാണ് കിടക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്കത് തോന്നും, പക്ഷെ അത് അങ്ങനല്ല. ഞാനൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചലഞ്ചിൽ കിട്ടിയ അതേപടി ഓർഡേഴ്സിൽ തന്നെയാണ് ഞാൻ വീഡിയോസും സെറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട്സ് അങ്ങനെ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡില് 80% സക്സസ് ആയി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി അതെങ്ങനെയോ താഴെ വീട് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെസ്കിൽ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഡെസ്കിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റിലൂടെ പറയാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ്.